അതൊന്നല്ല ഇവർക്ക് എന്താന്ന് വെച്ചാല് ആദ്യം ഇവര് കല്യാണം കഴിക്കില്ലേന്ന് ചോദിച്ചിട്ടുള്ള പ്രശ്നം. കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോ ഇവര് വേറെ ഓള് പിന്നെ കല്യാണം കഴിക്കും അങ്ങനെയുള്ളവര്, പിന്നെ മക്കളിൽ ഇട്ടിട്ട് പോകുന്നുള്ളത്. ഞാൻ പറയട്ടെ, എന്റെ ഈ 5 മക്കളിനെ ഇപ്പൊ ഈ 1.5 വർഷത്തോളം ഞാൻ നോക്കുന്നുണ്ട്. ഈ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇനി ഒരാൾ കല്യാണം കഴിച്ചാലും ഞാൻ അതേ നോട്ടം തന്നെ നോക്കാം. കാരണം ഞാൻ അവരുടെ ഉമ്മയാണ്. ഒരിക്കലും ഉമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് വേറൊരാള് മാറിവില്ല. ഉപ്പ മാറിയായിരിക്കും. കാരണം പിന്നെ അത് അവരുടെ ഉപ്പ മരിച്ചുപോയി, ആ ഉപ്പ പറയാനുള്ള ഒരു ഇതില്ല ആൾക്ക്. സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ളതല്ല, കണ്ണൂരുകാരനാണ്. ആള് വന്നിട്ടുണ്ടായിരുന്നു. ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആള് പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ല, അവിടെ അവരുടെ ഭാഗത്ത് വെച്ചിട്ട്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോവോ? അതെ, തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തന്നെ. ഉമ്മയും മക്കളും എല്ലാവരും സപ്പോർട്ടായിരുന്നോ കല്യാണം കഴിക്കാൻ നേരത്തെ? അവര് പറഞ്ഞ എന്റെ ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫല്ലേ. പൊതുവേ എന്റെ ലൈഫ് ഞാനും എന്റെ മക്കളും മാത്രമേ ഉള്ളൂ.